മുസ്ലിം ലീഗിന് ഒരു നയമുണ്ട്, നിലപാടുണ്ട്. ആ നിലപാട് അനുസരിച്ചാണോ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ പ്രവർത്തിക്കുന്നത്? അല്ലേ അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. BJP-യുടെ തിട്ടൂരം, കേന്ദ്ര സർക്കാരിൻ്റെ തിട്ടൂരം, അത് അതേപടി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണോ കേരളത്തിലെ മന്ത്രിമാർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ? അല്ല എന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പറയും, അണികളും പറയും. പക്ഷേ നമ്മുടെ മന്ത്രിമാർ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അവർക്ക് മന്ത്രി കസേരയിൽ എങ്ങനെയെങ്കിലും അള്ളിപ്പിടിച്ചിരിക്കണം. അതിന് മുസ്ലിം ലീഗിൻ്റെ നയവും നിലപാടും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വികാരവും അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല എന്ന നിലപാടാണ് മന്ത്രിമാർ, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ സ്വീകരിക്കുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് N. ഷംസുദ്ദീനാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. രണ്ടാം സ്ഥാനത്ത് KM ഷാജിയാണ്. മുസ്ലിം ലീഗിൻ്റെ നയനിലപാടുകൾ പൂർണ്ണമായും തള്ളിയാണ് രണ്ടുപേരും തുടരുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവും പുറത്തു വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, വന്ദേ മാതരത്തെ ചൊല്ലിയുള്ള വിവാദം തന്നെയാണ്. നേരത്തെ PMC നടപ്പാക്കാൻ N. ഷംസുദ്ദീൻ എടുത്ത നിലപാടും PM ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ കേന്ദ്ര സർക്കാരിന്റെ എംബ്ലം പതിപ്പിക്കാമെന്ന് KM ഷാജി തീരുമാനിച്ചതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ സഹിക്കാം. പക്ഷെ ഇത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. കാരണം വന്ദേ മാതരം പൂർണ്ണമായും പാടണം എന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം കൊടുക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ് എന്ന് പറയുന്നു. നിർദ്ദേശം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കഴിഞ്ഞു. ആരാണ് ഈ നിർദ്ദേശം നടപ്പാക്കേണ്ട നോഡൽ ഓഫീസർമാർ? അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കുലറിൻ്റെ ഒരു ഭാഗം പ്രേക്ഷകർ കാണുന്നുണ്ടാകും. അതിൽ പറയുന്നുണ്ട്, ഇൻ ദിസ് കണക്ഷൻ ദ ഫോളോവിങ് ഇൻസ്ട്രക്ഷൻസ് ആർ ഇഷ്യൂഡ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷാൽ ബി നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ ദ പ്രോഗ്രാം എന്നാണ്. ആരൊക്കെയാണ് ഈ രണ്ട് വകുപ്പിൻ്റെയും മന്ത്രിമാർ? LSGD മന്ത്രി, ലോക്കൽ സെൽഫ് ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രി KM ഷാജിയാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അപ്പുറത്ത് ജനറൽ എഡ്യൂക്കേഷൻ മന്ത്രി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീനാണ്. ഈ രണ്ടുപേരുമാണ് ഇത് നടപ്പാക്കേണ്ടത്. എന്ന് വെച്ചാൽ അവർക്കാണ് ഉത്തരവാദിത്തം. ആ രണ്ടുപേരുടെയും ഗവൺമെൻറ് സെക്രട്ടറിമാരാണ് പദ്ധതി നടപ്പാക്കാനുള്ള നോഡൽ ഓഫീസർമാർ. K. സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ, PMC പദ്ധതി നടപ്പാക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെ കൊണ്ട് തന്നെ അത് നടപ്പാക്കാൻ കഴിഞ്ഞല്ലോ, അതിലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന്. ഇപ്പോഴിതാ വന്ദേ മാതരം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ നിർബന്ധമായും ചൊല്ലണമെന്ന ഉത്തരവ്, നിർദ്ദേശം നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടത് രണ്ട് വിഭാഗമാണ്, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് N. ഷംസുദ്ദീൻ്റെ കീഴിലുള്ള, മറ്റൊന്ന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് വെച്ചാൽ LSTD ഡിപ്പാർട്ട്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ കീഴിലുള്ള. എന്തുകൊണ്ടാണ് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെ തന്നെ, വകുപ്പുകളെ തന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം എവിടെയും പറയുന്നില്ല. പക്ഷേ നേരത്തെ PMC നടപ്പാക്കുമ്പോൾ K. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇതാ വന്ദേ മാതരവും അത് ചൊല്ലിക്കാനുള്ള, അത് മുഴുവൻ പാടിക്കാനുള്ള ഉത്തരവാദിത്വവും കൂടി ഈ രണ്ട് മന്ത്രിമാരുടെ, മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ. ചീഫ് സെക്രട്ടറി അത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കുമല്ലോ. വിശ്വനാഥ് സിൻഹ അത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ, കാരണം ചീഫ് സെക്രട്ടറി തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ അത് അറിഞ്ഞിരിക്കും. മുഖ്യമന്ത്രിയും കൂടി തീരുമാനിച്ചതാണോ ഈ രണ്ട് മന്ത്രിമാരുടെയും തലയിൽ ഇത് വെച്ചു കൊടുക്കാൻ? ആരുടെ നിർദ്ദേശമാണിത്? ഇത് ഒരു സംശയം വേണ്ട, BJP-യുടെ കേന്ദ്രങ്ങളിൽ നിന്ന്, ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിർദ്ദേശമാണ്. ആ നിർദ്ദേശമാണ് ഇവിടെ നടപ്പാക്കുന്നത്. അത് നടപ്പാക്കുന്നത് മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ. അതിലാണ് ഏറ്റവും വലിയ ചർച്ച നടക്കേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ ഇത് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നതാണ് അറിയാനുള്ളത്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ പറയണം അവരുടെ വകുപ്പ് സെക്രട്ടറിമാരോട് നോഡൽ ഓഫീസർമാരായി നിൽക്കേണ്ടതില്ല. എന്താണോ ഭരണഘടനാ അസംബ്ലി തീരുമാനമെടുത്തത്, 2 ഖണ്ഡിക പാടുന്നതിന് വേണ്ടി മാത്രം, അത് തുടർന്നാൽ മതി, മുഴുവൻ പാടേണ്ട, ഹിന്ദു ദേവസ്തുതി പാടേണ്ട എന്ന് നിർദ്ദേശം കൊടുക്കാൻ 2 മന്ത്രിമാർക്ക് കഴിയുമോ? വകുപ്പ് സെക്രട്ടറിമാർക്ക്, തങ്ങളുടെ വകുപ്പ് സെക്രട്ടറിമാർക്ക്? അതാണ് ചോദ്യം. അത്തരമൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർക്ക് കഴിയുമോ? അതല്ല അവർക്ക് മുട്ടുവിറക്കുമോ? മുട്ടുവിറക്കും
മുട്ടും വിറക്കുക മാത്രമല്ല, മുട്ടുകുത്തി സാഷ്ടാംഗം വീഴും BJP-യുടെയും സംഘപരിവാറിൻ്റെയും മുന്നിൽ ഈ മന്ത്രിമാർ. കാരണം അവർക്ക് കസേര വിട്ട് കളിയില്ല. അണികൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതൊക്കെ ഓരോ ഘട്ടത്തിൽ പറയുന്നതല്ലേ. KM ഷാജി തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതല്ല നടപ്പാക്കാനല്ല മന്ത്രിയാകുന്നത് എന്ന്. അവിടെ ഇരിക്കുമ്പോൾ പലതും പറയും, അത് കേട്ട് ആവേശം കൊള്ളുന്ന അണികളുണ്ടാകും, അതുപോലെ നടപ്പാക്കാനാവില്ല മന്ത്രിയായാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ KM ഷാജി. അതുകൊണ്ട് അണികളെ ശാന്തരാകുവിൻ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എന്ന്. ഇവിടെ അതിനിർണായകമായ തീരുമാനം മുസ്ലിം ലീഗ് എടുക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് അതെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. തങ്ങളുടെ മന്ത്രിമാർക്ക് മുസ്ലിം ലീഗ് നിർദ്ദേശം കൊടുക്കുമോ എന്ന വലിയ ചോദ്യവുമുണ്ട്. നിർദ്ദേശം കൊടുക്കാൻ കഴിയും മുസ്ലിം ലീഗിന്. എങ്ങനെ അവർ അവരുടെ നയനിലപാടുകളിലേക്ക് തിരിച്ചെത്തണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകുമോ? മുസ്ലിം ലീഗിൻ്റെ നിർദ്ദേശമില്ലാതെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ KM ഷാജിക്കും N ഷംസുദ്ദീനും അത്തരമൊരു ധീരമായ നിലപാട് എടുക്കാൻ കഴിയുമോ? ഈ വന്ദേമാതരത്തിൻ്റെ മുഴുവൻ വരികളും പാടേണ്ടതില്ല, 2 ഖണ്ഡിക മാത്രമേ പാടേണ്ടൂ. അത്തരമൊരു നിർദ്ദേശം തങ്ങളുടെ വകുപ്പ് സെക്രട്ടറിമാർക്ക് നൽകാൻ ഈ 2 മന്ത്രിമാർക്ക് കഴിയുമോ? ചോദ്യം ഉയരുകയാണ്. എന്തായിരിക്കും മുസ്ലിം ലീഗിൻ്റെ മറുപടി, മന്ത്രിമാരുടെ മറുപടി?